ശ്രീമതി വീണ ജോർജ് അവർ ഇപ്പോൾ ഔദ്യോഗികമായി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, നമ്മുടെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതിലൊക്കെ ഉപരി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ റോയ് ഫിലിപ്പ്, ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ശ്രീ ബിജിലി പി ഈശു, ബഹുമാന്യരായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളും, സ്കൂളിൻ്റെ വികസന സമിതി ചെയർമാനും ഇന്ന് ഈ സ്കൂളിൽ മനോഹരമായ ഒരു കിഡ്സ് പാർക്ക് അത് സാധ്യമാക്കിയ ശ്രീ ഷാജി പുളിമൂട്ടിലും ശ്രീമതി സുസൻ ഷാജി പുളിമൂട്ടിലും, ബഹുമാന്യരായിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും, അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ഗിവർഗീസ് ഉമ്മൻജി, PTA പ്രസിഡന്റ് ശ്രീമതി സ്മിത ഗോപാൽ, പ്രോഗ്രാം കൺവീനർ ശ്രീ ജോൺ എബ്രഹാം, നമ്മുടെ സുസൻ ടീച്ചർ, മുൻ DO ആണ് സുസൻ ടീച്ചർ ഉൾപ്പെടെ ബഹുമാന്യരെ പൂർവ്വ അധ്യാപകരെ, കുഞ്ഞമ്മ ടീച്ചർ ഉൾപ്പെടെ ഏറ്റവും മാതൃകയിലായിട്ടുള്ള പൂർവ്വ അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോഴഞ്ചേരിയിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള ഏതൊരു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, നമ്മുടെ കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെൻറ് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ്. ഒരു സ്കൂള്, ഒരു വിദ്യാലയം ചരിത്രവും വർത്തമാനവും ഭാവിയും സമ്മേളിക്കുന്ന മനോഹരമായിട്ടുള്ള ഇതാണ്. നമ്മുടെ ക്ലാസ് മുറികളിലാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. The destiny of the nation is decided in a classroom. ഒരു രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറിയിൽ. അതോടൊപ്പം നമുക്കറിയാം, നമ്മൾ പല വീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഓണർഷിപ്പൊക്കെ മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പണ്ട് വാടക വീടുകളിലായി, അല്ലെങ്കിൽ നമ്മൾ ആയിരുന്നിട്ടുള്ള ഇടങ്ങളിലൊന്നും പിന്നീട് നമ്മൾ അവിടുന്ന് വിട്ടുപോയതിന് ശേഷം ആ സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരിടമേ ഉള്ളൂ, അത് നമ്മൾ പഠിച്ച വിദ്യാലയങ്ങളാണ്. ഇതിവിടെ സന്നിഹിതരായിരിക്കുന്ന പൂർവ്വ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു. സന്തോഷം കൊണ്ട് ഹൃദയം നിറയുന്നു, കണ്ണുനീര് കൊണ്ട് കണ്ണുകൾ നിറയുന്നു അനുഭവം. അപ്പോൾ അതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്, ഒരു നൊമ്പരമുണ്ട്, ഒരു വേദനയുണ്ട്. അതോടൊപ്പം നമുക്കൊപ്പം അന്നുണ്ടായിരുന്നില്ലാത്ത, അല്ല അന്നുണ്ടായിട്ടുള്ള പലരിന് ഇന്ന് ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. പ്രസിഡന്റ് എന്നോട് പറയുകയായിരുന്നു, കുഞ്ഞമ്മ സാറിനെ കണ്ടപ്പോൾ എൻ്റെ മുട്ടക്ഷരാർത്ഥത്തിൽ ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അടിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇത്രയും പേടി എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒറ്റ നോട്ടം മതി. ആ നോട്ടത്തിൽ ഞങ്ങളൊക്കെ അവിടെ നിന്ന് വിറയ്ക്കും. ആ വിറയിൽ ഇപ്പോഴും പ്രസിഡന്റിന് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പ്രസിഡന്റ് ഏതാ? യോഗാധ്യക്ഷൻ കുഞ്ഞുങ്ങളോടാ. കാണാമോ? മക്കളെ, നമ്മുടെ കോഴഞ്ചേരിയിലെ പ്രസിഡന്റ് ശ്രീ റോയ് ഫിലിപ്പ്, അദ്ദേഹമാണ് ഇരിക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാന്നറിയാവോ? ആരാ? ഈ സ്കൂള് അതിന് അംഗീകാരം ലഭിച്ചപ്പോൾ 1963 മുതൽ 1979 വരെ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു കുഞ്ഞമ്മ ടീച്ചർ. കണ്ടോ? കുഞ്ഞുങ്ങളൊന്നും നോക്കിക്കോ. അപ്പോൾ ഈ പുറത്ത് നമ്മുടെ അധ്യാപകരും പൂർവ്വ അധ്യാപകരൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഇല്ലേ, അതുപോലെ അന്നത്തെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ അക്ഷരം പറഞ്ഞു കൊടുത്തും അക്കങ്ങൾ പറഞ്ഞു കൊടുത്തും ശാസ്ത്രത്തിന്റെ കൗതുകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത അധ്യാപകർ എവിടെയുള്ളത്? നിങ്ങളിൽ ആർക്കെങ്കിലും ജനപ്രതിനിധികളാകാൻ ഇഷ്ടമുണ്ടോ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്